ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ലുലുവിൽ പോകുന്നൊരു ദിവസമാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു സംഭവമുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് പതിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ ലുലുവിലോട്ട് പോവുകയാണ്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനിത് മോർണിംഗാണ് പോകുന്നത്. മോർണിംഗ് ഞാൻ പോയിട്ട് അവിടെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ സാധനങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ട് ഇത് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ കയറിയിട്ടാണ് ചിന്തിച്ചത് ഇങ്ങനെ ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് പോയിട്ട് എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു ആ ദിവസം മോർണിംഗ്. എല്ലാവരും വരികയുള്ളൂ ഇനി. അപ്പം ഒരു ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഈവനിങ് വരെ വന്നിട്ട് ആ ബാസ്ക്കറ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് എടുത്തത്. ഈവനിങ് വരെ ആ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുമെന്ന് ഉറപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അത് ആരും തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു എല്ലാവരും കാണുന്ന പോലത്തെ ഒരു സൈഡിൽ തന്നെയാണ് വെച്ചതും. ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സൈഡിലാണ് വെച്ചത്. എന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോക്ലേറ്റ്സ് ഒരുപാട്, അതിൽ ഫുൾ ചോക്ലേറ്റ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തില്ല, കാരണം എല്ലാം കിട്ടിയാൽ ഞാൻ ഒറ്റയടിക്ക് തന്നെ തിന്നൊന്നും പേടിച്ചിട്ടെടുത്തില്ല. പിന്നെ ഈ ഒരു ചിപ്സ് വകയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറയായിരുന്നു. ഞാൻ ഈ ലുലുവിൽ വരുമ്പോഴാണ് മാറ്റി മാറ്റി ചിപ്സും അല്ല ലേസി വാങ്ങാത്ത സാധനങ്ങളാണ് കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു ടേസ്റ്റിലായിരുന്നു. സോസ് മുക്കി കഴിച്ചിട്ടൊരു ടേസ്റ്റിലായിരുന്നു. പിന്നെ ഈ ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത് ഗ്ലാസ്സാണ്. അപ്പം നമ്മൾ അതിലിട്ടാലും വേറെ സാധനങ്ങൾ എടുത്തിട്ട് ഞാനിങ്ങനെ അഥവാ എറിയുമല്ലോ ചെയ്താൽ അത് പൊട്ടുമെന്ന് പേടിച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അതെടുത്ത് ഗൈസ്. പിന്നെ നേരെ എൻ്റെ ഉള്ള പോക്ക് എന്ന് പറയുന്നത് പാസ്ട്രീസിലോട്ടാണ്. കേക്ക്. പക്ഷേ ഈ ഒരു സ്ട്രോബെറി സ്വിസ് റോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ചോക്ലേറ്റ് അത്യാവശ്യം എടുത്തതായിരുന്നു. എല്ലാ മധുരവും കൂടി പറ്റത്തില്ല. പിന്നെ ദീപാവലി സ്വീറ്റ്സാണ് മെയിനായിട്ട് ഞാൻ വന്നത് തന്നെ. അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി മിക്ക പാസ്ട്രീസ് ട്രൈ ചെയ്തിട്ടുണ്ട് മാംഗോ ഒഴിച്ച്. ദീപാവലി സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് അപ്പോൾ ഗൈസ് അവിടെ ഓറിയോ ലഡു, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു, പിസ്ത ലഡു, അങ്ങനെ വെറൈറ്റി ലഡൂസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അവർ 250 ഗ്രാം തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും നമുക്ക് തരാൻ. അല്ലാതെ മിക്സ് ചെയ്ത് തരത്തില്ല, ടേസ്റ്റ് ചെയ്യാനും തരത്തില്ല. പിന്നെ ബാക്കിയുള്ള ലഡു എന്നൊക്കെ പറയുമ്പം കുറേ സ്വീറ്റ്സ്, മാവ, സ്റ്റാർ റോൾ സ്വീറ്റ്സൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനെങ്കിൽ തരും. ഇതങ്ങനെ തരത്തില്ല കേട്ടോ. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് മേടിച്ചത്. ഒരു 300 സംതിങ്, 350ക്ക് പുറത്തായി, 379 അങ്ങനെ എത്രയോ ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ രസഗുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് എൻ്റെ ബില്ല് വന്ന സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കണം, വിശപ്പുണ്ടായിരുന്നു, ഉച്ചയായി. അപ്പോൾ അന്ന് മന്തിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ മന്തി കഴിക്കാൻ പോയ വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.